ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചറായ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്താണ്, ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇത് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ അവസാന മിനിറ്റ് വരെയും ഇതിനെക്കുറിച്ചുള്ള യൂസ്ഫുള്ളായ പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെ ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കിത് ഉപയോഗിക്കാം. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണിലും കൂടി പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഹോം പേജിൽ ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതാണ്. വാട്സപ്പിന്റെ സെറ്റിംഗ്സുകളെ സംബന്ധിച്ച ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിലും ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വാട്സപ്പിൽ ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. അതുപോലെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒന്നാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുവഴി നമുക്ക് പ്രധാനപ്പെട്ട മെസ്സേജുകളൊക്കെ വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ നമ്മൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എത്ര ഗ്രൂപ്പുകളെ ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഗ്രൂപ്പിലൊക്കെയുള്ള മുഴുവൻ മെമ്പേഴ്സിനും ആ മെസ്സേജ് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് എത്ര ഗ്രൂപ്പുകളെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാക്കി മാറ്റാം എന്നതിനെ കുറിച്ച് കുറേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 21 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നുണ്ട്, അതുപോലെ 20 ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാട്സപ്പ് പറയുന്നത് 50 ഗ്രൂപ്പുകളെ വരെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമെന്നാണ്. അതിൽ ആഡ് ചെയ്യേണ്ട മെമ്പേഴ്സിന്റെ പരിധി എന്ന് പറയുന്നത് 5000 ആണ്. അതായത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമുക്ക് 5000 മെമ്പേഴ്സിനെ വരെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ 5000 പേർക്കും ആ മെസ്സേജ് ലഭിക്കുന്നതാണ്. ഗ്രൂപ്പുകളെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വ്യക്തികളെയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ എങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, വാട്സപ്പ് നിങ്ങൾ അടുത്തൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ വാട്സപ്പിലുള്ള പുതിയ ഫീച്ചറുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വാട്സപ്പിന്റെ ഹോം പേജിൽ ഏറ്റവും മുകളിൽ തന്നെ ആ ചാറ്റ്സ് എന്ന് കാണുന്നതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഗ്രൂപ്പിന്റെ സിമ്പൽ പോലെ കാണുന്നില്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. ഇനി അല്ലെങ്കിൽ വാട്സപ്പിന്റെ ഹോം പേജിൽ തന്നെ താഴെയായി കാണുന്ന ഈ ചാറ്റ് ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്താലും ഇവിടെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് മൂന്നാമതായിട്ട് ന്യൂ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഹോം പേജിൽ കാണുന്ന ആ സിമ്പലിൽ തന്നെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി നെയിം എന്ന് കാണുന്നില്ലേ, അവിടെ നിങ്ങളുടെ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ഗുഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം. അതിനായി ആ പ്രൊഫൈൽ പിക്ചറിന്റെ സ്പേസിന് താഴെയായി കാണുന്ന ആ ക്യാമറ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ക്യാമറ, ഗാലറി പോലുള്ള ഓപ്ഷനുകൾ കാണാം. അതിൽ ഗാലറിയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അതിലേക്ക് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് താഴെയായിട്ട് കമ്മ്യൂണിറ്റി ഡെസ്ക്രിപ്ഷൻ എന്ന് കാണുന്നില്ലേ, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരണങ്ങൾ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പം ഞാനിവിടെ എല്ലാം നല്ലതിന് എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെയായി കാണുന്ന ആരോ മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജ് ഇതുപോലെ ഓപ്പൺ ആകും. ഇനിയാണ് നമ്മൾ ഗ്രൂപ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ് എന്നതിൽ പ്രസ് ചെയ്തിട്ട് പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിനായിരിക്കുന്ന ഗ്രൂപ്പുകൾ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാനാവുകയുള്ളൂ. അതായത് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ആ ഗ്രൂപ്പുകളെ എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിരിക്കുന്നോ ആ ഗ്രൂപ്പുകളെ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനാവുകയുള്ളൂ. അപ്പൊ ഞാൻ ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്നതിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഞാൻ അഡ്മിൻ ആയിരിക്കുന്ന 2 ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അഡ്മിൻ ആയിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പൊ ഞാൻ ആ രണ്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്തു. ഇനി നേരെ താഴെയായി കാണുന്ന ആരോ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും അവിടെ വന്നിരിക്കുന്ന റൈറ്റ് ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് ആ ബോക്സിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി അതിന് താഴെ വ്യൂ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയുടെ ഇൻഫോ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഇവിടെ ആ ഗുഡ് എന്ന അനൗൺസ്മെന്റ് ഗ്രൂപ്പ് കാണാം. അതേപോലെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പുകളും കാണാം. ഇനി ഞാൻ ആ ഗുഡ് എന്ന അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പൊ ഇതുപോലെയാണത് ഓപ്പൺ ആവുക. ഇനി ഞാൻ അതിലൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിടുകയാണ്. ഞാൻ താങ്ക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ആ സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് വെച്ചാൽ, ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത ആ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലുള്ള എല്ലാ അംഗങ്ങൾക്കും തന്നെ ഈ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ അഡ്മിനായിരിക്കുന്ന കൂടുതൽ ഗ്രൂപ്പുകളെ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ആഡ് ഗ്രൂപ്പ് എന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആകും. ഇനി മുകളിൽ കാണുന്ന ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്നതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗ്രൂപ്പുകളെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സിറ്റ് അടിക്കണമെങ്കിൽ ഇവിടെ താഴെ എക്സിറ്റ് കമ്മ്യൂണിറ്റി എന്ന ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഡീആക്റ്റീവ് ചെയ്യാനും ഇവിടെ താഴെ ഡീആക്ടിവേറ്റ് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗുഡ് എന്ന അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഇതുപോലെ ഹോം പേജിൽ ഇങ്ങനെ ഒരു ഐക്കണോടെ നമുക്ക് കാണാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കൊക്കെ തന്നെ അവരുടെ ഹോം പേജിൽ ഇതേ ഐക്കൺ തന്നെ കാണാവുന്നതാണ്. ഇനി നമ്മളത് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ഇൻഫോ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഗുഡ് എന്ന് മുകളിൽ കാണുന്ന ആ ഭാഗത്ത് തന്നെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് ഇൻഫോ ഇതുപോലെ ഓപ്പൺ ആക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പുകളെ മാത്രമല്ല വ്യക്തികളെയും ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്താൽ ഇതുപോലെ ആഡ് പാർട്ടിസിപ്പൻസ് എന്ന് കാണാം. അല്ലെങ്കിൽ അവിടെ താഴെ തന്നെ ആഡ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്താലും നമുക്ക് ആഡ് പാർട്ടിസിപ്പന്റ് എന്ന ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് പാർട്ടിസിപ്പൻസ് എന്ന് തന്നെ ഒരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് അതിലേക്ക് വ്യക്തികളെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ വാട്സപ്പിലുള്ള എല്ലാ വാട്സപ്പ് നമ്പറുകളും ഈ പേജിൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ആ താഴെ കാണുന്ന റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നതാണ്. ഞാൻ എല്ലാവരെയും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് സെലക്ട് ചെയ്തൊക്കെ കട്ട് ചെയ്തിട്ട് ഒരാളെ മാത്രം ആഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആ താഴെ കാണുന്ന റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും. ഇനി അതിൽ താഴെ കാണുന്ന ആഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ആ സെലക്ട് ചെയ്ത വ്യക്തിയും ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആയതായിട്ട് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തവരെ പിന്നീട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ നെയിമിൽ ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ വന്നിരിക്കുന്ന ബോക്സിൽ ആ റിമൂവ് എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനൗൺസ്മെന്റ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് അവരെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതാ ഇവിടെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളൊക്കെ ഇവിടെ കാണാം. അതിൽ നമുക്ക് മറ്റാരെങ്കിലും കൂടി ഈ ഗ്രൂപ്പിലേക്ക് അഡ്മിൻ ആക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ ഒരാളെ അഡ്മിനാക്കി കാണിക്കാം. ഇപ്പൊ ഞാനിതാ ഈ വ്യക്തിയുടെ നെയിമിൽ ലോങ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും. അതിൽ മേക്ക് അഡ്മിൻ എന്ന് കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊരു ബോക്സ് ഓപ്പൺ ആവും. അപ്പൊ ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ അഡ്മിൻ ആക്കി കഴിഞ്ഞാൽ ഇവർക്കും ഇനി മുതൽ ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാം, അതുപോലെ ഗ്രൂപ്പിന്റെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റാം എന്നൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ താഴെ കാണുന്ന ഓക്കെയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയും ഇപ്പോൾ അഡ്മിനായി കഴിഞ്ഞു. ഇനി പിന്നീട് ആ വ്യക്തിയെ അഡ്മിനിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അവരുടെ നെയിമിൽ ഇതേപോലെ തന്നെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് ഡിസ്മിസ് ആസ് അഡ്മിൻ എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും. അതിൽ കാണുന്ന ഓക്കെയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്മിനെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത്ര നേരം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ അഡ്മിൻസിന്റെ വാട്സപ്പ് സെറ്റിംഗ്സിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ താങ്ക്സ് എന്നൊരു മെസ്സേജ് അതിലേക്ക് സെൻഡ് ചെയ്തല്ലോ, അത് ആ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയുടെ ഫോണിൽ എങ്ങനെയാണ് അത് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ആ വ്യക്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഗുഡ് എന്ന അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ഇവിടെ കാണാം. അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ സെൻഡ് ചെയ്ത ആ മെസ്സേജ് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഒപ്പം താഴെ ഓൺലി കമ്മ്യൂണിറ്റി അഡ്മിൻസ് ക്യാൻ സെൻഡ് മെസ്സേജ് എന്നും കാണാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ അനൗൺസ്മെന്റ് ഗ്രൂപ്പ് ആരാണോ ക്രിയേറ്റ് ചെയ്തത് ആ അഡ്മിന് മാത്രമേ ഇതിലേക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാനാവുകയുള്ളൂ.
അങ്ങനെ സെൻഡ് ചെയ്യപ്പെട്ട മെസ്സേജ് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമുള്ള എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുമെങ്കിലും അവർക്കൊന്നും തിരിച്ച് റിപ്ലൈ ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെസ്സേജുകൾ അതിലേക്ക് സെൻഡ് ചെയ്യാനോ സാധിക്കുകയില്ല. ഇനി ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ ആഡ് ചെയ്ത എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയും കാണാം. ആ ഭാഗത്തൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഫോ ഇതുപോലെ ഓപ്പൺ ആകും. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ മെമ്പേഴ്സ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്താൽ കമ്മ്യൂണിറ്റി അഡ്മിനെയും കൂടാതെ ആ വ്യക്തിയും മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതായത് മറ്റു മെമ്പറുകളെയോ അവരുടെ നെയിം അതുപോലെ അവരുടെ കോണ്ടാക്ട് നമ്പർ പോലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൊണ്ട് എന്താണ് നമുക്കൊരു നേട്ടമെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പാർട്ടിക്ക് തന്നെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു സ്കൂളിന്റെ കാര്യം എടുത്താലും അവിടെയും കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളെയൊക്കെ കൂടി ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനുള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അനൗൺസ്മെന്റ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത്രയും ഗ്രൂപ്പുകളിലേക്ക് ആ മെസ്സേജ് അപ്പോൾ തന്നെ സെൻഡ് ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പുകളിലേക്കായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുന്നതിന് പകരം ഒറ്റയടിക്ക് ഒരു മെസ്സേജിനെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും എളുപ്പത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമ്മൾ 5000-ഓളം പേരെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും പേർക്ക് തന്നെ ആ മെസ്സേജ് സെൻഡ് ആവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ വരുന്ന ഫേക്ക് മെസ്സേജുകൾ അതേപോലെ സാമൂഹ്യ വിരുദ്ധ മെസ്സേജുകളൊക്കെ ഈ അനൗൺസ്മെന്റ് ഗ്രൂപ്പിലൂടെ നമ്മൾ സെൻഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഈ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ മാത്രം ഈ അനൗൺസ്മെന്റ് ഗ്രൂപ്പിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി വീണ്ടും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ വാട്സപ്പ് അഡ്മിൻസിന്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഇനി 5000 പേരെന്നത് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനാവുന്ന അംഗങ്ങളുടെ പരിധിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഇതേപോലെ വീണ്ടും പുതിയൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇതേപോലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്ത എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടോ അവയുടെ മൊത്തം അംഗങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയാലും ഒരു കുഴപ്പവുമില്ല. നമുക്ക് അതിലെ അനൗൺസ്മെന്റ് ഗ്രൂപ്പിലൂടെ ആ അംഗങ്ങൾക്കൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഗ്രൂപ്പിനെയും ഉൾപ്പെടുത്താമെങ്കിലും അതിൽ ആഡ് ആകാൻ ആ ഗ്രൂപ്പിലുള്ളവർക്ക് താല്പര്യമുണ്ടായിരിക്കണമെന്ന് മാത്രം. നമ്മൾ ആഡ് ചെയ്ത ഗ്രൂപ്പുകൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുന്ന പക്ഷം നമുക്ക് ആ ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.